43-44. കാസർഗോഡ് 3 സീറ്റില് LDF-ഉം 2 സീറ്റില് 2 സീറ്റ് UDF. 2 സീറ്റ് UDF ഉള്ളത് മഞ്ചേശ്വരം, കാസർഗോഡ്. ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അതേ സംഖ്യ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അത് പ്രതീക്ഷിച്ചാണ് BJP-ക്ക് അവിടെ പ്രത്യേകിച്ച് UDF ജയിച്ച 2 സ്ഥലത്തും NDA രണ്ടാമത് വരുന്നു. കാട്ടാക്കട 5 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. 871 വോട്ടുകൾക്ക് മാത്രമാണ് IB സതീഷ് ലീഡ് ചെയ്യുന്നത്. കുട്ടനാട് തോമസ് ചാണ്ടിയുടെ വിജയം ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുട്ടനാട് ഒരുപക്ഷെ വലിയൊരു അട്ടിമറി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചിരുന്ന മണ്ഡലത്തിൽ 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തോമസ് ചാണ്ടിക്ക് ഉണ്ടാവുക. 5000-ഓളം വോട്ടുകൾ. ജേക്കബ് ജോർജ് അവിടെ രണ്ടാമത് UDF ആണ്. BD ജെയ്സന്റെ സുഭാഷ് വാത്സു 3-ാം സ്ഥാനത്തേക്ക് പോയി. കുട്ടനാട് തോമസ് ചാണ്ടി വിജയിച്ചിരിക്കുകയാണ്. 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തോമസ് ചാണ്ടിക്ക് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 93-45 1 എന്ന നിലയ്ക്കാണ് ലീഡ് നിൽക്കുന്നത്. 93-ഓളം സീറ്റുകളിലാണ് LDF മേൽക്കൈ ഇപ്പോഴുള്ളത്. വളരെ ചില മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധാകേന്ദ്രം ആയി മാറിയിരിക്കുകയാണ്. സ്പീക്കർ N ശക്തൻ തോറ്റു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കാട്ടാക്കട മണ്ഡലം IB സതീഷ് 1000-ന് താഴെ വോട്ടുകൾക്ക് 849 വോട്ടാണ് ഔപചാരികമായി അവസാനം വന്നിട്ടുള്ളത്. 1000-ന് താഴെ വോട്ടുകൾക്ക് CPIM-ന്റെ IB സതീഷ് കാട്ടാക്കട പിടിച്ചെടുത്തിരിക്കുന്നു. സ്പീക്കർ ശക്തൻ തോറ്റിരിക്കുന്നു. വലിയ ഒരു അട്ടിമറി തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നു. രണ്ടാമതാണ് ശക്തൻ വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവിയും പിന്നിലാണ് നെടുമങ്ങാട്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തോൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ K മുരളീധരന്റെ ലീഡ് ഒരല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. 864 ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. BJP ശക്തി കേന്ദ്രങ്ങളെയാണ് അത് കണ്ടിരിക്കെ 762 ആ ലീഡ്. മുരളീധരന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. BJP-യുടെ ശക്തി കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ എണ്ണൽ തുടരുന്നത് എങ്കിൽ പോലും കുമ്മനം രാജശേഖരന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ K മുരളീധരൻ മുന്നോട്ട് പോകുന്നുണ്ട്. ആര് ജയിച്ചാലും ഫോട്ടോ ഫിനിഷ് എന്ന തലത്തിലായിരിക്കും വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ഫലം അവസാനിക്കുക. K മുരളീധരൻ ഇപ്പോൾ 762 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. O രാജഗോപാലിന് ഔപചാരികമായി ഇപ്പോൾ കാണിക്കുന്ന ലീഡ് 8516. തൃപ്പൂണിത്തറയിൽ അട്ടിമറിക്ക് സാധ്യത ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 3056 വോട്ടുകൾക്ക് ഈ ഘട്ടത്തിൽ നേടാവുന്ന ഒരു ഭദ്രമായ മേൽക്കൈ. 3056 വോട്ടുകൾക്ക് M സ്വരാജ് വിജയം ഉറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ K ബാബു കളങ്കിതനായി മാറി മത്സരിച്ച K ബാബു ആയിരിക്കും തൃപ്പൂണിത്തറയിൽ. ചെങ്ങന്നൂരിൽ രാമചന്ദ്രൻ നായർ, LDF-ന്റെ രാമചന്ദ്രൻ നായർ വീണ്ടും ലീഡ് ഉയർത്തിയിരിക്കുന്നു. 1199 ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിന്റെ ലീഡ്. ചെങ്ങന്നൂരിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് PC വിഷ്ണുനാഥാണ്. ശ്രീധരൻപിള്ള 3-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. BJP-ക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ആ മണ്ഡലത്തിൽ 20,000 വോട്ടുകൾ മാത്രമാണ് ഇതുവരെ ശ്രീധരൻപിള്ള സമാഹരിച്ചിട്ടുള്ളത്. 24,000 വോട്ടുകൾ വിഷ്ണുനാഥും 25,000 വോട്ടുകൾ രാമേന്ദ്രൻ നായരും നേടിയിരിക്കുന്നു. പട്ടാമ്പിയിൽ മുഹസിൻ വിജയിച്ചിരിക്കുന്നു. CP മുഹമ്മദിനെ വീഴ്ത്തിക്കൊണ്ട് ഒരു അട്ടിമറി വിജയം മുഹസിൻ നേടിയിരിക്കുകയാണ്. പട്ടാമ്പി LDF പിടിച്ചെടുത്തിരിക്കുന്നു. പാലക്കാട്ട് ഷാഫി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് പാലക്കാട്ട് ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിന് ഇപ്പോഴുള്ളത് 17,483 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. 2-ാം സ്ഥാനത്ത് തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് വരുന്നത്. ഷാഫി പറമ്പിൽ 57,000 വോട്ടുകളും ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടുകളും
NN കൃഷ്ണദാസ് 38,000 വോട്ടുകളും നേടിക്കൊണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട്ട് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്ത. ഇപ്പോൾ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 1194 ഇഞ്ചോടിഞ്ച് പോരാട്ടം മുരളീധരനും കുമ്മനം രാജശേഖരനും തമ്മിൽ നടക്കുകയാണ്. BJPക്ക് സാമാന്യം ശക്തിയുണ്ട് എന്ന് കരുതപ്പെടുന്ന മേഖലയിലാണ് ഇപ്പോൾ വോട്ടെണ്ണുന്നത് എങ്കിൽ പോലും ക്രമമായി കെ മുരളീധരൻ ലീഡ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. 1194 വോട്ടുകൾക്കാണ് മുരളീധരൻ ഇപ്പോൾ മുന്നിലുള്ളത്. തൊട്ടു പിറകെ കുമ്മനം രാജശേഖരനുണ്ട്. വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത് എന്ന സൂചന നൽകിക്കൊണ്ട് 35,000 വോട്ട് കെ മുരളീധരൻ, 34,000 വോട്ട് കുമ്മനം രാജശേഖരൻ, 30,000 വോട്ട് TN സീമ എന്ന മട്ടിലാണ് വട്ടിയൂർക്കാവിലെ മത്സര ചിത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 1000 ചില്ലാനം വോട്ടുകൾക്ക് കെ മുരളീധരൻ മുന്നിൽ നിൽക്കുന്നു. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ക്രമമായി ലീഡ് ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. 1401 അദ്ദേഹത്തിന്റെ ലീഡ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. കോട്ടയത്തെ സ്ഥിതിയിലേക്ക് പോവുകയാണെങ്കിൽ സുരേഷ് കുറുപ്പ് ഇപ്പോൾ 4459 വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്. തോമസ് ചാഴികാടനാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് ഉള്ളത്. 4459 വോട്ട്. മറ്റൊരു ബലം എന്താണ്? പെരിന്തൽമണ്ണയിൽ മഞ്ഞളാംകുഴി അലി, നേരത്തെ പിന്നിൽ നിന്നിരുന്ന മഞ്ഞളാംകുഴി അലി ഇപ്പോൾ 1200 ചില്ലാനം വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് UDFന് ആശ്വാസകരമായ ഒരു വർത്തമാനം വന്നിരിക്കുന്നു. മന്ത്രി മഞ്ഞളാംകുഴി അലി ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ 1226 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കെ മുരളീധരൻ 1526 ലീഡ് ഉയർത്തിയിരിക്കുന്നു. 1528 വോട്ട്. ഇനി എണ്ണാനുള്ളത് LDFന് കൂടി സ്വാധീനമുള്ള മേഖലകളിലാണ്. 2 ബൂത്ത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന ബൂത്തുകളാണ് ഇനി എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വരാജിന്റെ ലീഡ് ഇപ്പോൾ 3000 കഴിഞ്ഞിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ സ്വരാജിന്റെ ലീഡ് 3000 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 92 സീറ്റുകളാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. 46 സീറ്റുകൾ UDFനും, ഒരേ ഒരു സീറ്റിൽ മാത്രം NDA മുന്നിട്ട് നിൽക്കുന്നു. ഒരു സീറ്റിൽ മറ്റുള്ളവർ PC ജോർജ് പൂഞ്ഞാറിൽ എന്ന നിലയ്ക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് പുതുതായി വരുന്നത്. ആലപ്പുഴയിൽ തോമസ് ഐസക് 24,000 വോട്ടുകൾക്ക് മുന്നിൽ, 400,000 വ്യത്യാസം വന്നിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ G സുധാകരൻ 14,000 വോട്ടുകൾക്ക് മുന്നിൽ. അതുപോലെ തന്നെ അരൂരിൽ ആരിഫ് 37,438 വോട്ടുകളുടെ വലിയ ഒരു വ്യത്യാസം. തിലോത്തമന് ചേർത്തലയിൽ നേരിയ വ്യത്യാസമാണ് ഉള്ളത്. എങ്കിൽ പോലും 697 വോട്ടുകൾക്ക് തിലോത്തമൻ മുന്നിട്ട് നിൽക്കുന്നു. തോമസ് ഐസക് നേരത്തെ പറഞ്ഞതുപോലെ 24,736 വോട്ടിന് ആലപ്പുഴയിൽ മുന്നിട്ട് നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ 14,460 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തോമസ് ചാണ്ടി നേരത്തെ പറഞ്ഞു 4,891 വിജയം ഉറപ്പിച്ചതാണ് അത്. രമേശ് ചെന്നിത്തലയുടെ മാർജിൻ 15,048 ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിഭാഹരി വിജയിച്ചതായി നേരത്തെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ R രാജേഷ് 25,311 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ചെങ്ങന്നൂരിൽ രാമേന്ദ്രൻ നായരാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 1346 രാമചന്ദ്രൻ നായരുടെ മാർജിൻ. വിഷ്ണുനാഥ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ശ്രീധരൻപിള്ള ഇപ്പോഴും മൂന്നാം സ്ഥാനത്താണ്. 27,000, 26,000, 22,000
എന്നിങ്ങനെ വോട്ടുകൾ പിടിച്ച് ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഈ 3 സ്ഥാനാർത്ഥികളും. രാമചന്ദ്രൻ നായർ, വിഷ്ണുനാഥ്, ശ്രീധരൻ പിള്ള അവിടെ കാഴ്ചവെച്ചത്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത, വിമത സ്ഥാനാർത്ഥിയായി നിന്ന ശോഭന ജോർജ് നേടിയത് 2406 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത് എന്നതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ലീഡ് നില പഴയതുപോലെ തന്നെ തുടരുന്നു. LDF 92 സീറ്റുകൾ നേടിയിരിക്കുന്നു. NDA 1, UDF 45. 10 ജില്ലകളിൽ LDF-ന്റെ ആധിപത്യമാണ് നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് അതേപോലെ തന്നെ തുടരുകയാണ്. തൃശൂർ ജില്ലയാണ് 13 മണ്ഡലങ്ങളിലും LDF-ന് മേൽക്കൈ നൽകിക്കൊണ്ട് അട്ടിമറി വിജയം LDF-ന് സമ്മാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയും 11 സീറ്റുകളിലും LDF-ന് വിജയം ഉറപ്പിച്ച മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് 9 മണ്ഡലങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് NDA-യും 4ഇടത്ത് UDF-ഉം മുന്നിട്ട് നിൽക്കുന്നു. പത്തനംതിട്ടയിൽ 4-1 എന്ന നിലയ്ക്കാണ് LDF-ന്റെ മേൽക്കൈ. ആലപ്പുഴയിൽ 8-1 എന്ന നിലയ്ക്ക് ആലപ്പുഴ LDF-നൊപ്പം നിൽക്കുന്നു. കോട്ടയത്താണ് UDF-ന് ആശ്വാസകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെക്കാനായത്. 2-6 എന്ന നിലയ്ക്ക് കോട്ടയം UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇടുക്കിയിൽ കഴിഞ്ഞ തവണത്തെ നില നിലനിർത്തുകയാണ് ഉണ്ടായത്. 3 സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുമ്പോൾ 2ഇടത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളം 5-9 എന്ന നിലയ്ക്ക് UDF-ന് അനുകൂലമായി നിലയുറപ്പിച്ചു. പാലക്കാട്ട് 9-3 എന്ന നിലയ്ക്ക് LDF-ന് അനുകൂലമായാണ് നിലപാടെടുത്തിരിക്കുന്നത്. മലപ്പുറത്താണ് അട്ടിമറി സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം ഉണ്ടായത്. 11 മണ്ഡലങ്ങളിൽ UDF വിജയിക്കുന്നു എങ്കിൽ പോലും 5ഇടത്ത് മുന്നോട്ട് വന്നുകൊണ്ട് LDF മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. മുരളീധരന്റെ ലീഡ് 1167 ഉയർന്നിരിക്കുകയാണ്. 1867 വോട്ടാണ് മുരളീധരൻ കൈവരിച്ചിരിക്കുന്നത്. ലീഡ് 1867. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ തുടരുകയാണ്. അവസാനത്തെ ബൂത്തുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഉള്ള പുതിയ വിവരം, സ്വരാജിന് ലീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. 2600-600ഓളം വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ് ഇപ്പോൾ സ്വരാജിനുള്ളത്. തൊണ്ണൂറ്റി 92-45 1-1 എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റവും വലിയ രാഷ്ട്രീയ കാഴ്ചയായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. 1800 വോട്ടുകളുടെ വ്യത്യാസത്തിന് കെ മുരളീധരൻ മുന്നിൽ നിൽക്കുന്നു. അവസാനത്തെ വോട്ടുകൾ 2117 ഇപ്പോൾ മുരളീധരന്റെ ഭൂരിപക്ഷം ലീഡ് നില മാറിയിരിക്കുകയാണ്. മറ്റൊരു ഫലം വന്നിരിക്കുന്നത് നെടുമങ്ങാട് LDF സ്ഥാനാർത്ഥി C ദിവാകരൻ വിജയിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി തോറ്റു. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും തോൽക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നു. അതിലേക്ക് വരികയാണെങ്കിൽ കെ മുരളീധരന് ഇപ്പോൾ 2117 വോട്ടിന്റെ വ്യത്യാസമാണ് ഉള്ളത്. ജേക്കബ് ജോർജ്, ഏറ്റവും അവസാനത്തെ ബൂത്തുകളാണ് വട്ടിയൂർക്കാവിൽ എണ്ണുന്നത്. 2100 ചില്ലാനം വോട്ടിന്റെ 2117 വോട്ടിന്റെ മേൽക്കൈ കെ മുരളീധരൻ. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ 2117 വോട്ടിന്റെ വ്യത്യാസത്തിൽ. കുന്നുകുഴിയായിരിക്കും എണ്ണാൻ പോകുന്നത്. ഇനിയിപ്പോ അവസാനത്തെ ഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. മുരളീധരൻ ജയിച്ചു എന്ന് തന്നെ പറയാം. മുരളീധരൻ ജയിച്ചു എന്ന് തന്നെ പറയാം. അജിത്ത്, മാറ്റമുണ്ടോ? കുന്നുകുഴി ശാസ്തമംഗലം പ്രദേശം കുമ്മനത്തിന് നല്ല ശക്തിയുള്ള പ്രദേശമാണ്. കെ മുരളീധരൻ വൈകിയാണ് പ്രചരണ രംഗത്തിറങ്ങിയത്. സാമ്പത്തികമായി വളരെയേറെ പ്രചരണ രംഗത്ത് വളരെ പിന്നിലായിരുന്നു. കാരണം ബൂത്തുകൾക്ക് പണം കൊടുക്കേണ്ടതുണ്ട് കോൺഗ്രസിന്, അതൊന്നും നടന്നിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് കൂടി കെ മുരളീധരൻ വളരെ ടൈറ്റ് ഫൈറ്റിലാണ്. ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് അവസാനം ഒരു മിനിറ്റ്, മുരളീധരൻ 2208 ഭൂരിപക്ഷം കൂടിയിരിക്കുന്നു ഇപ്പൊ തന്നെ. അപ്പോൾ ജയിക്കേണ്ടതാണ്. മുരളീധരൻ അവിടെ നല്ല MLA ആയിരുന്നു. MLA എന്നൊരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല MLA ആയിരുന്നു, തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ വല്ല അട്ടിമറി നടക്കുമെന്നാണ് അറിയാനുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രചാരണത്തിന്റെ മധ്യഭാഗത്തോടു കൂടി വിഭാഗത്തിൽ പല പ്രമുഖ നേതാക്കന്മാരും, ശാസ്തമംഗലത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ പലരും BJPക്ക് വേണ്ടി ഒരു മിനിറ്റ്, ഒറ്റപ്പാലത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. പി ഉണ്ണി, LDFന്റെ പി ഉണ്ണി അവിടെ വിജയിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ മാത്യു ടി തോമസ് വിജയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. തിരുവല്ല എന്തായാലും പത്തനംതിട്ടയിൽ വലിയ ഒരു വിജയമാണ്. 4-1 എന്ന നിലയ്ക്കാണ് LDF വിജയം ഉണ്ടായിരിക്കുന്നത്. മാത്യു ടി തോമസ് തിരുവല്ലയിൽ വിജയിച്ചതിന് പുറമെ റാന്നിയിൽ രാജു അബ്രഹാം, ആറന്മുളയിൽ വീണ ജോർജ്, അടൂരിൽ ചിറ്റയം ഗോപകുമാർ എന്നിങ്ങനെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശിന്റെ കോന്നി മാത്രമാണ് UDFന് വിട്ടുകൊടുത്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഒരു രാഷ്ട്രീയം, സ്വന്തം ജില്ലയാണല്ലോ. പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ വീണ ജോർജിന്റെ വിജയമാണ് പ്രത്യേകം നോക്കേണ്ടത്. ശരിക്കും അത് UDFന്റെ കോട്ടയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഫിലിപ്പോസ് തോമസ് ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കോട്ടയായിരുന്നു. പ്രത്യേകിച്ച് ആന്റണി വിഭാഗത്തിന്റെ ഒരു കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ല. ആ കോട്ടയിലാണ് വിള്ളലുണ്ടായിരിക്കുന്നത്. തിരുവല്ലയിൽ ജോസഫ് പുതുച്ചേരിക്കെതിരെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, തൃപ്പൂണിത്തുറയിൽ മന്ത്രി K ബാബു പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെ LDF സ്ഥാനാർത്ഥി സ്വരാജ് അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. സ്വരാജ് അവിടെ അത്ഭുതകരമായ ഒരു വാർത്തയായാണ് സ്വീകരിച്ചത്. ആ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് തന്നെ, അങ്ങനെ ഒരാളെ ഇട്ടുകൊടുത്താൽ അവിടെ ജയിക്കാൻ കഴിയുമോ എന്ന തരത്തിൽ തന്നെ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണ്. ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാർ പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ്. ഈ വിജയം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറ എന്ന സാംസ്കാരിക കേന്ദ്രത്തിന് തന്നെ വലിയ അപമാനം കേരള സമൂഹത്തിൽ നേരിടേണ്ടി വരുമായിരുന്നു. സ്വരാജ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമുക്കറിയാം. അഴിമതിക്കെതിരെ വളരെ ശക്തമായി തൃപ്പൂണിത്തുറ ഒന്നടങ്കം പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത്, മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിരിക്കുന്നു. അത് കുറയും, 25,000 കടന്നിരിക്കുന്നു എന്നൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് കുറയും എന്ന് ചില പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്ത് പറയുന്നു അജിത്ത്? അല്ല, വെള്ളാപ്പള്ളി പക്ഷെ അവിടെ മലമ്പുഴയിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന BDJS ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉറപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ വെള്ളാപ്പള്ളി എന്തൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളിയുമായി ഫൈറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ജനപ്രിയത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. എപ്പോഴും വെള്ളാപ്പള്ളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നവർക്ക് ജനസ്വീകാര്യത. VM സുധീരനായിക്കോട്ടെ, അത് കോൺഗ്രസ് ആണെങ്കിലും VM സുധീരനായിക്കോട്ടെ, അനിൽകുമാർ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അപ്പോൾ CPMന്റെ നേതാക്കന്മാർ പൊതുവെ. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇവിടെ ജനങ്ങളുടെ ഒരു വികാരം, നേരത്തെ പറഞ്ഞ കുടുംബാധിപത്യം, രാഷ്ട്രീയ രംഗത്ത് കുടുംബാധിപത്യത്തിന് ഒന്നും പ്രസക്തി കേരള സമൂഹം. ഞാൻ തിരിച്ചു വരാം. ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെയാണ്. 92 മണ്ഡലങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു, 46 മണ്ഡലങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് NDA, ഒരിടത്ത് മറ്റുള്ളവർ എന്ന നിലയിലാണ്. ചന്ദ്രശേഖർ, ഒരു കാര്യം ഇടത് തരംഗം എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം 90 സീറ്റിന് മുകളിൽ ഇടത് തരംഗം ഇടത് തരംഗം തന്നെയാണ്. കാരണം പല കോട്ടകളും തിരിച്ചു പിടിക്കുക. കോട്ടയം, ഇടുക്കി ജില്ലകൾ മാത്രമാണ് UDFന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. മലപ്പുറത്തും BJP ലീഗിന്റെ സ്വാധീനവും. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കനത്ത തിരിച്ചടിയാണ്, ചെറിയ തിരിച്ചടിയല്ല. UDF പോയി എല്ലാം ശരിയാവും. അല്ല, ഇടുക്കി ജില്ല പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. K മുരളീധരൻ വീണ്ടും മാർജിൻ ഉയർത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. 2995 വോട്ടുകളായി K മുരളീധരൻ മാർജിൻ ഉയർത്തിയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് ഇപ്പോഴും കുമ്മനം രാജശേഖരൻ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടർ രംഗപ്രവേശം ചെയ്യേണ്ട സമയമാണ്. ഇനി അധികം വോട്ടുകൾ എണ്ണാനുണ്ടാകും എന്ന് കരുതുന്നില്ല. ഏറ്റവും അവസാനത്തെ ബൂത്തുകളിലാണ് എണ്ണൽ നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്തത്. പ്രൊഡക്ഷൻ കൺട്രോൾ റൂം ഉടൻ തന്നെ ഈ മണ്ഡലം നോക്കുന്ന റിപ്പോർട്ടറെ നമുക്ക് രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. K മുരളീധരന്റെ വോട്ട് ലീഡ് 3281 ഉയർന്നിരിക്കുന്നു. അനിൽകുമാർ എന്ത് പറയുന്നു? വട്ടിയൂർക്കാവിൽ എന്തായാലും K മുരളീധരൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത വിഷയമല്ലേ.
അതൊരു വലിയ നിലയിൽ ആ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട സമയമുണ്ടായിരുന്നു. അല്ല അതൊരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് അസ്ഥാനത്തായി. ഞങ്ങൾക്ക് അതിനകത്ത് ഉറച്ച നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ സജേഷ് നമ്മളോടൊപ്പം ഉണ്ട്. സജേഷ് പറയൂ, എന്താണ് ഇപ്പോ ചിത്രം? NPC ഇനി വട്ടിയൂർക്ക 27 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. വ്യക്തമായില്ല, എത്ര ബൂത്തുകൾ? 27 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. കെ മുരളീധരൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി എണ്ണാനുള്ള മേഖലകളിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. BJP അവിടെ ചിത്രത്തിലില്ല. BJPക്ക് കാര്യമായ സ്വാധീനമില്ല. കുന്നുകുഴി, പട്ടം, കുറവങ്കോണം മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇനി കെ മുരളീധരന്റെ വിജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കുമ്മനവും TNCയും തമ്മിൽ രണ്ടാം സ്ഥാനം ആർക്ക് എന്നതിൽ മാത്രമായിരിക്കും ഇനി തർക്കം. കെ മുരളീധരന്റെ വിജയം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സജേഷ്, ഈ 27 ബൂത്തുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്രായിരം വോട്ടുകൾ എണ്ണാനുണ്ടാവും? NPC 30,000-ഓളം വോട്ടുകളുണ്ട്. എന്നാൽ ആ 30,000-ഓളം വോട്ടുകൾ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലകളാണ്. അവിടെ LDF-ന്റെ അവിടെ BJPക്ക് കാര്യമായ സ്വാധീനമില്ല. നിലവിൽ 3,421 വോട്ടിന്റെ ലീഡായി മുരളീധരന്റെ ലീഡ് ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുരളീധരൻ താഴേക്ക് പോകുന്നതിനുള്ള സാധ്യതയില്ല. മാത്രമല്ല കോൺഗ്രസ് കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്ന 3 മേഖലകളാണ് കുന്നുകുഴിയും, പട്ടവും, കുറവൻകോണവും. NPC വളരെ വ്യക്തമാണ് സജേഷ് നൽകിയ റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. ഇനി 27 ബൂത്തുകളാണ് എണ്ണാനുള്ളത്. ഏതാണ്ട് 1,00,000-ഓളം വോട്ടുകൾ വരും. 30,000-ഓളം ഏറി വന്നാൽ 30,000-ഓളം വോട്ടുകൾ വരും. കുന്നുകുഴി, പട്ടം, കുറവൻകോണം മേഖലയാണ് എണ്ണാനുള്ളത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരന്റെ വിജയം വട്ടിയൂർക്കാവിൽ ഉറപ്പാണ്. രണ്ടാം സ്ഥാനം കുമ്മനം രാജശേഖരനായിരിക്കുമോ TNCയുമൊക്കെ ആയിരിക്കുമോ എന്നൊരു കാര്യം മാത്രമേ ഇനി നിർണയിക്കാനുള്ളൂ എന്നാണ് റിപ്പോർട്ടർ നൽകിയിരിക്കുന്നത്. അജിത്ത്, എന്താണ് കൂട്ടിച്ചേർക്കാവുന്നത്? തീർച്ചയായിട്ടും മുരളീധരനാണോ? അല്ല, മുരളീധരൻ അവിടെ ജയിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ വൻ ഭൂരിപക്ഷമാണ് മുരളീധരന് കഴിഞ്ഞ പ്രാവശ്യം ലഭിക്കിയത്. അപ്പൊ ആ ഭൂരിപക്ഷം മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉറച്ച മണ്ഡലമായി മുരളീധരന് കഴിഞ്ഞ പ്രാവശ്യം BJP വോട്ടുകൾ വളരെയേറെ ലഭിച്ചിരുന്നു. മറ്റൊന്ന്, മുരളീധരൻ ഒന്നാം തരം നല്ല MLA ആയിരുന്നു. ഇത്രയും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു MLA ഇല്ല. അപ്പോൾ അതുകൊണ്ട് മുരളീധരൻ ജയിക്കേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണത്താലൊക്കെ അവസാന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ ശ്രദ്ധ മണ്ഡലത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം കുമ്മനം കേരളത്തിലെ BJPയുടെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാണ്. കുമ്മനം എന്ന വ്യക്തി ഒരു നിമിഷം, മുരളീധരന്റെ ലീഡ് 4,070 ഇപ്പോൾ തന്നെ ഉയർന്നിരിക്കുന്നു. 4,070 ഇപ്പോഴും. പക്ഷേ കുമ്മനം രാജശേഖരൻ തന്നെ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. തുടരാം. അതുകൊണ്ട് മുരളീധരൻ, കുമ്മനം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുമ്മനവും വ്യക്തി ശുദ്ധിയിൽ അദ്ദേഹം സ്വീകാര്യനാണ് പൊതുജനങ്ങൾക്ക്, ഇവിടുത്തെ തലസ്ഥാനത്തെ ജനങ്ങൾക്ക്. അദ്ദേഹം ഇവിടുത്തുകാരനല്ലെങ്കിൽ കൂടി. മറ്റൊന്ന്, ഇവിടെ UDF-ഉം LDF-ഉം വോട്ട് മറിച്ചിട്ടില്ല. നേമത്ത് സംഭവിച്ചത് UDF വോട്ടുകൾ മനഃപൂർവ്വം മറിച്ചാലും ഇല്ലെങ്കിലും UDF-ന്റെ വോട്ടുകളാണ് രാജേട്ടന് കൂടുതലായി ലഭിച്ചത്. ഇവിടെ UDF-ന്റെ വോട്ടുകൾ കെ മുരളീധരനായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും സീമയുടെ LDF വോട്ടുകൾ തികച്ചും സീമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ തവണ കോർപ്പറേഷൻ രംഗത്തുണ്ടായ കോർപ്പറേഷനിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്തൊക്കെ രണ്ടാം സ്ഥാനത്ത് LDF ആയിരുന്നു. UDF മൂന്നാം സ്ഥാനത്താണ് പോയി. അപ്പോൾ അങ്ങനെ ഒരു സ്വിങ് ഇക്കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ ഉണ്ടായില്ല. അതാണ് മുരളിയുടെ വിജയത്തിന്. ഒരു അപ്ഡേറ്റ് കൂടി, കെ മുരളീധരന്റെ മാർജിൻ 4,591 ഉയർന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ അനിൽകുമാർ? അല്ല, കെ മുരളീധരൻ ഒരു 10,000 വോട്ടിന് ജയിക്കും വട്ടിയൂർക്കാവിൽ കംഫർട്ടബിൾ ആയിട്ട്. 10,000 വോട്ടിലേക്ക് എത്തും. 30,000 വോട്ടുകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഒരു 25 കാണും ഇനി. എന്തായാലും ഇനി 20 ആണെങ്കിലും ഒരു 5,000 വോട്ടുകൂടെയൊക്കെ ലീഡ് അതിനകത്ത് ഈസി ആയിട്ട് കെ മുരളീധരൻ കിട്ടും. ജേക്കബ് ജോർജ് രണ്ടാം സ്ഥാനത്ത് ആരെത്തും? എവിടെയാ? വട്ടിയൂർക്കാവിൽ രണ്ടാം സ്ഥാനത്ത് കുമ്മനം എത്തും. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, കുമ്മനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. തീർച്ചയായും മുരളീധരൻ മുൻ സംസ്ഥാന പ്രസിഡന്റ്. ഏറ്റവും ചിട്ടയായ മികച്ച ഒരു പ്രവർത്തനം നടത്തിയിരുന്ന മണ്ഡലം കൂടിയാണ്. രാജഗോപാൽ വിജയിച്ചപ്പോൾ ഒരു പ്രസിഡന്റും മുൻ പ്രസിഡന്റും പരാജയപ്പെട്ടു. അതും തിരുവനന്തപുരത്ത് എന്നുള്ളതും പ്രത്യേകതയുണ്ട്. അല്ല, അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു മുൻ പ്രസിഡന്റ് ഉണ്ട്, PK കൃഷ്ണദാസ്. അദ്ദേഹം മുൻ പ്രസിഡന്റാണ്. എല്ലാവരും കൂടെ BJPക്ക് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് ചെറിയ കഴക്കൂട്ടത്തും കാട്ടാക്കടയിലും കാട്ടാക്കട, കോവളത്ത്, തിരുവനന്തപുരത്ത്, ഈ മേഖലകളിൽ ഇപ്പോൾ വട്ടിയൂർക്കാവിലൊക്കെ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് എല്ലാം പ്രതീക്ഷിച്ച പോലെ അവരുടെ റിസൾട്ട്. ഒരു പുതിയ വാർത്തയുള്ളത്, ധർമ്മടത്ത് CPIM-ന്റെ പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമല്ല എങ്കിൽ പോലും ഈ നിമിഷത്തിലെ വാർത്ത.
ഏറ്റവും അവസാനത്തെ നിലയനുസരിച്ച് 92 സീറ്റുകളിലാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 46 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. NDA ഒരു സീറ്റിലും മറ്റുള്ളവർ ഒരു സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 10ഓളം ജില്ലകളിൽ LDFന്റെ ഒരു ആധിപത്യമാണ് കണ്ടത്. കാസർഗോഡ് LDF 3-2 എന്ന നിലയ്ക്കാണ് നേടിയിരിക്കുന്നത്. പിണറായിക്ക് കിട്ടിയ വോട്ട് 36,000-ലേറെയാണ് എന്നിപ്പോൾ പുതിയ വിവരമുണ്ട്. കാസർഗോഡ് 3-2 എന്ന നിലയ്ക്കാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. കണ്ണൂരിൽ 8-3 എന്ന നിലയ്ക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു. വയനാട്ടിൽ 2-1 എന്ന നിലയ്ക്ക് LDFന് തന്നെ മേൽക്കൈ. കോഴിക്കോട്ട് 9-2 എന്ന നിലയ്ക്ക് LDFന്റെ മേൽക്കൈ ഉണ്ട്. മറ്റുള്ളവർ 2ആണ്, അത് LDFന്റെ കൂടെ വരുന്ന ഇതുകൂടിയാണ്. മലപ്പുറത്താണ് UDFന്റെ ആധിപത്യം തുടരുന്നത്. പക്ഷെ അത് 12-4 എന്ന നിലയ്ക്ക് LDFന്റെ വെല്ലുവിളിക്ക് വിധേയമായി. മന്ത്രി മഞ്ഞളാംകുഴി അലി ഇപ്പോൾ പിന്നിലാണ് എന്നതാണ് മലപ്പുറത്ത് നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. മഞ്ഞളാംകുഴി അലി വിഷ്ണു പുറകിലാണെന്ന് അവിടെ കാണിക്കുന്നു. മഞ്ഞളാംകുഴി അലി 2452 വോട്ടുകൾക്ക് മുന്നിൽ എന്നാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകൾ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മഞ്ഞളാംകുഴി അലി പുറകിലേക്ക് പോയിരിക്കുകയാണ്. മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് 9-3 എന്ന നിലയ്ക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു. തൃശ്ശൂരിലാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിരിക്കുന്നത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 13ഉം LDFനൊപ്പം നിലയുറപ്പിച്ചു. എറണാകുളം ഇത്തവണയും UDFനൊപ്പമാണ് നില ഉറപ്പിച്ചിരിക്കുന്നത്. 5-9 എന്ന നിലയ്ക്ക് UDFന് അനുകൂലമാണ്. ഇടുക്കി 3-2 എന്ന നിലയ്ക്ക് LDFന് അനുകൂലമായി കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു. കോട്ടയം UDFനൊപ്പം നിന്ന ജില്ലയാണ്. 6-2 എന്ന നിലയ്ക്ക്. സുരേഷ് കുറുപ്പ് ഇപ്പോൾ ലീഡ് കൂട്ടി 5200 വോട്ടിന്റെ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ്. പിന്നീടുള്ളത് പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ 4-1 എന്ന നിലയ്ക്ക് LDFന് അനുകൂലമായിരുന്നു. പാറശാലയിൽ AT ജോർജ് സിറ്റിംഗ് MLA AT ജോർജിനെ തോൽപ്പിച്ചുകൊണ്ട് CK ഹരീന്ദ്രൻ, LDFന്റെ ഹരീന്ദ്രൻ അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. 18,000 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ഹരീന്ദ്രൻ ഇവിടെ വിജയം കുറിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള ഏറ്റവും പുതിയ അട്ടിമറി വാർത്ത, പാറശാല LDF പിടിച്ചിരിക്കുന്നു. ചിറയൻകീഴിൽ അതുപോലെ തന്നെ LDFന്റെ വി ശശി വിജയിച്ചിരിക്കുകയാണ്. 14,000 വോട്ടിന്റെ വ്യത്യാസമാണ് ശശി 14,000 വോട്ടിനാണ് ഈ ചിറയൻകീഴ് മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ അവിടെ 5,000-ആയി തന്റെ മാർജിൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വിജയം കുറിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തന്നെ വരും എന്ന മട്ടിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 39,000-ഓളം വോട്ട് നേടി അദ്ദേഹം രണ്ടാം സ്ഥാനത്തുണ്ട്. TN സീമ മൂന്നാം സ്ഥാനത്താണ്. 35,000 വോട്ടുകളാണ് സീമ നേടിയിരിക്കുന്നത്. കൊല്ലം ജില്ല 10 സീറ്റുകളും LDFന് നൽകിക്കൊണ്ട് പൂർണ്ണമായും LDFനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയും ഇതോടൊപ്പം കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 92-46 1-1 എന്ന നിലയ്ക്കാണ് ഇപ്പോഴും മണ്ഡലങ്ങളുടെ വിഭജനം നിലനിൽക്കുന്നത്. LDFന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായി എന്ന് മാത്രമല്ല, കേരളത്തിൽ LDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് KVS ഹരിദാസ് ഇപ്പൊ ഈ ഘട്ടത്തിൽ എന്തു പറയുന്നു?